ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. തിരുവചന മരിയൻ ധ്യാനം 79 തിരുവചന ജപമാല അല്ലെങ്കിൽ തെയോദോക്സിൻ്റെ വചനക്കൊന്ത. അതിൽ കർത്തപ്രാർത്ഥന നമ്മൾ ധാരാളം പ്രാർത്ഥന ചൊല്ലുന്നു. ആ ജപമാല ചൊല്ലുന്ന കർത്തപ്രാർത്ഥനയുടെ അർത്ഥമാണ് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ അന്നന്ന് വേണ്ട ആഹാരം അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ, അതിൻ്റെ അർത്ഥം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. ഇന്ന് നമ്മളത് സമാപനം, ആ യാചനയുടെ ഒരു സമാപനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പത്തെക്കുറിച്ചുള്ള ചിന്തകൾ നോക്കുക. പ്രത്യേകിച്ച് നമുക്ക് മത്തായിയുടെ സുവിശേഷം നോക്കിയാൽ മത്തായിലുണ്ട്, ലൂക്കായിലുണ്ട്, പക്ഷേ ഞാൻ മത്തായിയുടെ സുവിശേഷമാണ് ഇപ്പോൾ കൂടുതൽ പറയുന്നത്. ഈ അപ്പത്തെക്കുറിച്ചുള്ള ഒരു വലിയ ചിന്ത തന്നെ കാണാം. ഒന്നാമത്തെ പ്രലോഭനം നോക്കുക, കല്ലുകൾ അപ്പമാക്കുക. മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആവശ്യം എന്താണ്? ഭക്ഷിക്കാൻ എന്തെങ്കിലും വേണം. നമ്മൾ ഈ 24 മണിക്കൂർ അധ്വാനിക്കുന്ന എന്തിനാ? ഭക്ഷിക്കാൻ കുറച്ച് പൈസ വേണം, അത് വാങ്ങിച്ച് എന്തെങ്കിലും കഴിക്കാൻ വേണം, അല്ലേ? അങ്ങനെ അത്യാവശ്യം ബേസിക് കാര്യങ്ങൾ. അപ്പോൾ അപ്പം എന്ന് പറഞ്ഞാൽ അടിസ്ഥാന മൗലിക ആവശ്യങ്ങൾ. പക്ഷേ അപ്പോൾ സാത്താൻ ഏതാണ്ട് ഈ ലോകത്തിന് മുഴുവൻ പ്രശ്നമുള്ളത് പരിഹരിക്കാനായിട്ട് പറയുന്ന പോലെ തോന്നുക. കല്ലുകൾ അപ്പമാക്കി എല്ലാവർക്കും കൊടുക്കൂ. നീ ദൈവത്തിനാണെങ്കിൽ ലോകരക്ഷകനാണെങ്കിൽ മനുഷ്യൻ്റെ അടിസ്ഥാന പ്രശ്നം പരിഹരിക്കൂ. സാത്താനെ ഏതാണ്ട് മനുഷ്യൻ്റെ കാര്യത്തിൽ വലിയ താല്പര്യമുള്ളതുപോലെയാണ്. കർത്താവ് പക്ഷെ അത് ചെയ്തില്ല. അപ്പോൾ ഈ സാത്താൻ്റെ പ്രലോഭനത്തിൽ എന്തൊരു പ്രശ്നമുണ്ടല്ലോ. എന്താണ് പ്രശ്നം? പറഞ്ഞതിൻ്റെ പ്രശ്നം, അതിൻ്റെ പൊരുൾ എങ്ങനെയാണ്? നീ ഭൗതികമായ അപ്പം മാത്രം കൊടുക്കുക, ഭൗതികമായ അപ്പം മാത്രം കൊടുക്കുക, ദൈവമില്ലാത്ത അപ്പം, ദൈവത്തെ മാറ്റി നിർത്തിയിട്ടുള്ള അപ്പം കൊടുക്കുക. ഈ ദൈവത്തെ മാറ്റി നിർത്തിയിട്ടുള്ള അപ്പം കൊടുത്താൽ ഭൗതിക ആവശ്യങ്ങൾ നിറവേറ്റിയാൽ ആ ഭൗതിക ആവശ്യങ്ങൾ തന്നെ വിഷമായി മാറുകയും നമ്മെ നശിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് കർത്താവ് കല്ലുകൾ അപ്പമാക്കാനായിട്ട് വിസമ്മതിച്ചത്. അതായത് ദൈവം ഗിവ് ദം ബ്രെഡ് അലോൺ, ബ്രെഡ് വിത്തൗട്ട് ഗാഡ്. അവർക്ക് അപ്പം കൊടുക്കുക, ഭൗതിക അപ്പം മാത്രം, ദൈവമില്ലാത്ത അപ്പം നമ്മുടെ വയറ്റിൽ ചെന്നാൽ അല്ലെങ്കിൽ നമ്മളിലേക്ക് വന്നാൽ നമ്മളത് സ്വാധീനിക്കാൻ തുടങ്ങിയാൽ അത് വിഷമായി മാറുകയും ദൈവത്തെ മാറ്റി നിർത്തിയാൽ അത് വിഷമായി മാറുകയും അത് നമ്മളെ കൊല്ലുകയും ചെയ്യും. അതുകൊണ്ടാണ് കർത്താവ് പ്രലോഭനത്തിന് വീഴാതെ അവൻ പറഞ്ഞത്, മനുഷ്യ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കണേ, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോ സംഗതി കൊണ്ടുമാണ്. ദൈവത്തെ മാറ്റി നിർത്തിയിട്ടുള്ള ഒരു അപ്പം കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. ഇതാണ് കർത്താവ് പറഞ്ഞ ഒന്നാമത്തെ കാര്യം. എന്നിട്ടും കർത്തൃപ്രാർത്ഥനയിൽ കർത്താവ് പറഞ്ഞു, അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുക. അതിൻ്റെ 2 അർത്ഥങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. അനുദിനാഹാരം വേണം, നാളത്തെ ആഹാരം വേണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ 14-ാമത്തെ അധ്യായത്തിൽ ചെല്ലുകയാണ്. 14-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് എന്താണ്? അവൻ അപ്പം വർദ്ധിപ്പിച്ച് കൊടുക്കുന്നു. മത്തായി പറയുന്നതനുസരിച്ച് സ്ത്രീകളും കുട്ടികളും വഴിക്ക് 5000 പുരുഷന്മാർ, അപ്പോൾ ഒരു 10-30,000 പേര് കാണും. അപ്പം വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ കല്ലുകൾ അപ്പമാക്കാൻ മടിച്ചവൻ എന്തുകൊണ്ടാണ് ഇവിടെ അപ്പം വർദ്ധിപ്പിച്ച് കൊടുക്കുന്നത്? അത് തമ്മിൽ വ്യത്യാസം എന്താണ്? അവർ 2 ദിവസമായി വചനം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. 2 ദിവസമായി വചനം കേട്ടുകൊണ്ടിരുന്നവർക്കാണ് അവൻ അപ്പം വർദ്ധിപ്പിച്ച് കൊടുക്കുന്നത്. ആദ്യം കൊടുത്തത് ദൈവത്തിൻ്റെ വചനത്തെ, പിന്നെ അപ്പം, ദൈവത്തോടു കൂടിയുള്ള അപ്പമാണ് കൊടുത്തത്. അതിലൂടെ 14-ാമത്തെ അധ്യായത്തിൽ അതൊരു യഹൂദ ജനക്കൂട്ടമായിരുന്നു. ഈ വചനവും അപ്പവും കൊടുത്തപ്പോൾ, ഇല്ലേ, വചനവും അപ്പവും, ഇതാണ് കുർബാനയുടെ ഒരു ബേസിക് സ്ട്രക്ചർ. അത് കൊടുത്തപ്പോൾ ഈ യഹൂദ ജനക്കൂട്ടം ഒരു കുർബാന സമൂഹമായി മാറുക. 15-ാമത്തെ അധ്യായത്തിൽ വിജാതിയരുടെ നാട്ടിലാണ്. അവിടെ 2-ാമത്തെ അപ്പം വർധന. അവിടെയും ജനം കർത്താവിൻ്റെ കൂടെയാണ്. വചനം കൊടുത്തു, പിന്നെ അപ്പം കൊടുത്തു. ഇപ്പോൾ വചന ശുശ്രൂഷയും അനാഫറയും രണ്ടും കൊടുത്തപ്പോൾ ഈ വിജാതി ജനക്കൂട്ടം ഒരു കുർബാന സമൂഹമായി മാറി. 16-ാമത്തെ അധ്യായത്തിൽ പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനം, സഭ സ്ഥാപിക്കപ്പെടുകയാണ്. 2 കുർബാന സമൂഹങ്ങളും ഒരൊറ്റ സഭയും. ഇതുകൊണ്ടാണ് ഒരു സഭയിൽ പല റീത്തുകൾ, ഒരു കത്തോലിക്ക സഭയിൽ പല കുർബാന സമൂഹങ്ങൾ. ഇത് കർത്താവിൻ്റെ പ്ലാനാണ്, കർത്താവിൻ്റെ പദ്ധതിയാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് 26-ാം അധ്യായത്തിൽ ചെല്ലുമ്പോൾ, 6-ാമത്തെ അധ്യായത്തിൽ നാളത്തെ അപ്പം ഇന്ന് തരണമേ എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞ കർത്താവ് 26-ാമത്തെ അധ്യായത്തിൽ നാളത്തെ അപ്പം ഇന്ന് നൽകുകയാണ്. അതിനാണ് കുർബാന. നാളെ സ്വർഗത്തിലെ കുഞ്ഞാടിൻ്റെ കല്യാണ വിരുന്നിൽ കഴിക്കാനിരിക്കുന്ന അപ്പം ഇപ്പോഴേ നൽകുകയാണ് വിശുദ്ധ കുർബാനയിൽ. ഇനി ഇത് മത്തായിയുടെ സുവിശേഷമാണ്. നമുക്ക് ലൂക്കാസിൻ്റെ സുവിശേഷം നമ്മൾ എടുത്ത് വെക്കുകയാണെങ്കിൽ ഒരു ഭാഗം കൂടിയുണ്ട്. എമ്മാവസിലേക്ക് യാത്രയിൽ വെച്ച് കർത്താവ് വചനം കൊടുക്കുന്നു. പക്ഷെ അപ്പോൾ ഹൃദയം ജ്വലിച്ചേ ഉള്ളൂ, കണ്ണ് തുറന്നിട്ടില്ല. അവിടെ അപ്പം മുറിക്കുന്നു, അപ്പോൾ കണ്ണ് തുറന്നു. വചന ശുശ്രൂഷയും അപ്പം മുറിക്കലും. അപ്പോൾ ആ അപ്പം മുറിക്കലിൽ വിശുദ്ധ കുർബാനയിൽ അവർ കണ്ണുകൾ തുറക്കപ്പെട്ടു, അവർ കർത്താവിനെ കണ്ടു. ഇതല്ലേ ഇപ്പം നടക്കുന്നത്? അപ്പോൾ അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമെന്ന് പറയുമ്പോൾ ഈ അപ്പത്തെക്കുറിച്ചുള്ള ധ്യാനം മുഴുവൻ ഈ പ്രാർത്ഥനയ്ക്ക് കർത്താവ് കൊണ്ടുവന്നിരിക്കുകയാണ്. എത്രയോ മനോഹരമാണ്. നമുക്ക് മറിയത്തോട് ചേർന്ന്, ഇല്ലേ, അന്നന്ന് വേണ്ട ആഹാരം, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം
നാളത്തെ അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കാം. നാളത്തെ അപ്പം ഇന്ന് നൽകുന്ന വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് കർത്താവിനെ സ്വീകരിക്കുകയും ചെയ്യാം. ആ ജീവൻ്റെ അപ്പം നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ.